കാത്തിരിപ്പിന് വിരാമമിട്ടുണ്ട് പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തെ കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് തീയതി ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തലവൻ എന്ന് പറയുന്ന സിനിമയുടെ അതോടൊപ്പം തന്നെ നിരവധി തമിഴ് മലയാളം തുടങ്ങിയ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ലഭ്യമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് സർപ്രൈസ് ആയിട്ട് മറ്റൊരു ചിത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന് ഈ അപ്ഡേറ്റ്സുകളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസിന് എത്തിയ ചിത്രം എന്ന് നോക്കിയാൽ മലയാള ചിത്രമല്ല, മറിച്ചൊരു കൊറിയൻ ചിത്രമാണ്. എക്സാമ എന്ന് പറയുന്ന ഒരു ഹൊറർ ചിത്രമാണ്. എന്തൊക്കെയാണ് മികച്ച വിജയം തന്നെയാണ് ചിത്രം നേടിയിട്ടുള്ളത്. കൊറിയൻ ഭാഷയിലാണ് ഒരുക്കിയിരിക്കുന്നതെങ്കിലും ചിത്രത്തിന്റെ ഹിന്ദി, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകൾ വഴി നമുക്കിപ്പോൾ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ബുക്ക് മൈ ഷോ വഴി ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുക്ക് മൈ ഷോ വഴി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഈ ആഴ്ച റിലീസിനെത്താൻ പോകുന്ന ചിത്രങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രം എന്നൊക്കെയാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയും ലാലേട്ടനും ഒക്കെ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഒരു ആന്തോളജി ചിത്രമാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് വളരെയധികം സിനിമാ പ്രേമികളാണ് ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുക. ചിത്രം ഡയറക്റ്റ് OTT വഴിയാണ് റിലീസിനെത്താൻ പോകുന്നത്. മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. 9 വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ടർ, 9 വ്യത്യസ്തമായിട്ടുള്ള താരങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഒരുക്കുന്ന ചിത്രം തന്നെയാണ് മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് MD വാസുദേവൻ നായരുടെ സ്റ്റോറി അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. C5 ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15 തീയതി ചിത്രത്തിനെ സ്ട്രീമിംഗ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്ര പേരാണ് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. നമ്മുടെ ദിലീപേട്ടൻ നായകനായിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പവി കെയർടേക്കർ എന്ന സിനിമ. മനോരമ മാക്സ് ആയിരുന്നു ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായത്. മനോരമ മാക്സ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15 തീയതി ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് ചെയ്യുന്നതാണ് അറിയാൻ സാധിക്കുക. ഒരുപക്ഷെ 16 തീയതി ആകാനുള്ള സാധ്യതയുണ്ട്. കമ്മിങ് സൂണിലാണ് നിലവിൽ ഇപ്പോൾ കിടക്കുന്നത്. അപ്പം ഈ ഒരു സിനിമ നമുക്ക് ഈ ആഴ്ച തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഏറെക്കാലമായിട്ട് കാത്തിരിക്കുന്ന ചിത്രമാണ് ആസിഫ് അലി, ബിജു മേനോൻ കൂട്ടിട്ട് വന്നിച്ച തലവൻ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ഇപ്പോഴത്തെ ഡേറ്റ് കൺഫേം ആയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 12 തീയതി ഈ സിനിമ സോണി ലൈവ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പം മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് സെപ്റ്റംബർ മാസം 12 തീയതി മുതൽ തലവൻ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഏറെക്കാലമായിട്ട് കാത്തിരിക്കുന്ന മറ്റൊരു തെലുങ്ക് ചിത്രമാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ. നാഗേഷിനാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തെ ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ കമലഹാസനും അതോടൊപ്പം തന്നെ DV പതുക്കോണും അമിതാഭ് ബച്ചനും കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് തിയേറ്ററിൽ വൻ വിജയം നേടി ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയപ്പോൾ ഹിന്ദി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സും സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23 തീയതി ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23 തീയതി മുതൽ കൽക്കി എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുക. അപ്പോൾ തീരെ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.